നിനക്കെന്താ അതെ കുലുങ്ങുന്നെന്തോ ഇങ്ങനെ പോകണം. 2 ബോക്സാണ്, അപ്പോൾ 1 ബോക്സ് എനിക്ക്. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് നിന്റെ ചാനലാണ് ഇൻട്രൊഡക്ഷൻ, നീ എന്റെ കൂടെ. ഹായ് ഗൈസ്, നമ്മളിന്നൊരു ഡാൻസിന്റെ ഷൂട്ടിംഗ് ഡ്രൈവിനെ കൊണ്ട് കനോക്കുന്നി വന്നതാണ്. അങ്ങനെ ഇവ എപ്പോഴും വന്നാലും നമ്മളെ വീട്ടിൽ പോകാൻ വിടൂല. അങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് ഉള്ളിവട കഴിക്കാൻ തോന്നി. ഉള്ളിവട കഴിക്കുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കേസാണ്. അപ്പൊ ഉള്ളിവടക്ക് വേണ്ടി അവൻ നമ്മളെ മാനവീയത്ത് കൊണ്ടുപോയി. അവിടെ ഉള്ളിവട ഇല്ല. അപ്പം ഉള്ളിവട കഴിക്കാതെ ഞാൻ വീട്ടിൽ പോകൂല. ഞാൻ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ഉള്ളിവട തിന്നിട്ടേ പോകും. അങ്ങനെ ഇല്ലുള്ള ഉള്ളിവട വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ എന്നെ മ്യൂസിയത്തോട്ട് കൊണ്ടുവന്നു. മ്യൂസിയത്തിന്റെ സൈഡിലെ പോലീസ് സ്റ്റേഷന്റെ കടയിൽ 17ാമത്തെ കടയിൽ നിന്ന് എനിക്ക് ഉള്ളിവട വാങ്ങിച്ചു തന്നത്. അപ്പൊ അവിടെ നിന്ന് ഉള്ളിവടയൊക്കെ തിന്ന് നമ്മള് ചുമ്മാ മ്യൂസിയത്തോട്ട് നടന്ന് ഇങ്ങനെ പോയപ്പോ ഈ ചോദ്യം ചോദിക്കണം, എന്താ ടീംസിന്റെ പേരെന്താ പറയുന്നത്? അവര് കുസൃതി ചോദ്യമൊക്കെ ചോദിക്കട്ടെ എന്ന് 10 ചോദ്യം ചോദിച്ച ഉത്തരം തരാന്ന് പറയും. ആദ്യത്തെ 3 ഞാൻ പിടിച്ചു നിന്ന് അര ഇവന് കിട്ടി, ബാക്കി 5 ഇതില് ഇവള് ജയിച്ചു. അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടി. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നടന്നു പോയാൽ നമ്മള് പിടിച്ചു സമ്മാനം തോന്നുന്നു പറഞ്ഞോട്ട്. അപ്പൊ ഇതിൽ എന്തിനാണ് ക്യൂരിയോസിറ്റി എന്തായിരിക്കും നമുക്ക് ഇത് ചെയ്യാം, നോക്കാം ഇതിൽ എന്തായിരിക്കും. നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇത് അൺബോക്സ് ചെയ്യാം. ഗൈസ്, നമ്മള് വേറൊരു സംഭവം പറയാൻ, നമ്മൾ എന്തായിരിക്കും നമ്മൾ ഗസ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞു തിന്നാനുള്ള പാപ്പമാണ്. ഇതിങ്ങനെ കുലുങ്ങുന്നുണ്ട്, അപ്പൊ കുലുങ്ങുന്നെന്തോണ് അല്ലേ? കൊച്ചിന്റെ ഗസ് എന്താണ്? എന്റെ ഗസ് ഇതിനകത്ത് ചിലപ്പം മീൻസ് നമുക്ക് ഡെയിലി യൂസിനുള്ള ചിലപ്പോ ഈ മറ്റേ സോപ്പ് ഇല്ലെങ്കിൽ ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇല്ലേ, സോപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനത്തെ സാധനം എന്തെങ്കിലും ആയിരിക്കും. നിനക്ക് എന്താ തോന്നണേ? അതെ കുലുങ്ങുന്നെന്തോ ഇങ്ങനെ പോകണം. എന്താണെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യം. കാരണം എന്റെ മാത്രം എഫേർട്ട് കൊണ്ട് കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന GK-നെക്കാളും കഷ്ടമാണ്. നമ്മൾ ശരിക്കുള്ള ആൻസർ നമ്മൾ മറന്നിട്ട് നമ്മളിങ്ങനെ ഉരുത്തിരിച്ചെടുക്കണം. അങ്ങനത്തെ ആൻസർ കേട്ടാ, അങ്ങനത്തെ അതാണ് നമ്മൾ കുസൃതി ചോദ്യത്തിന് എടുക്കേണ്ട എഫേർട്ട്. അതിൽ കൂടുതൽ എഫേർട്ട് ഞാൻ എടുക്കാം. എനിക്ക് കിട്ടിയ സമ്മാനം. അപ്പൊ ഞാൻ മിക്കവാറും എടുത്തിട്ട് പോകും, ഉമ്മർക്കൊന്നും കൊടുക്കൂല. ഒരു ബോക്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ തുറക്കാൻ എല്ലാവർക്കും ഭയങ്കര കൗതുകമാണല്ലേ. നീ എന്തെങ്കിലും ഒന്ന് പറ, നിന്റെ പ്രഡിക്ഷനിൽ പറ. ഐഫോൺ ആണോ? ഐഫോൺ ഒന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഇത് 2 ബോക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. 2 ബോക്സാണ്, അപ്പൊ 1 ബോക്സ് എനിക്ക്. അതല്ല, എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് മറ്റേ സോപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്യാനുള്ളതായിരിക്കും. നിനക്ക് തോന്നണത് അത് തന്നെ. ഈടെ മാറ്റി പറയടേ, എന്തുവാട്? എനിക്ക് തോന്നണ എന്തെങ്കിലും ചെറിയ സാധനം ആണ്. ഞാൻ എന്തിനു പറയാ, തുറക്കട്ടാ? അതൊക്കെ തുറക്കണം. ജാട കണ്ടാ തോന്നുന്നു. സൈഡിൽ നിന്ന് ഉത്തരം പറഞ്ഞെടുത്തില്ലേ തീർന്നതല്ലേ. സൈഡിൽ നിന്ന് അവൻ മങ്ങിയെന്ന് പറഞ്ഞപ്പം എന്തോന്ന് ചായ ഇട്ട് കുടിക്കാൻ വീട്ടിൽ പോയിട്ട് നമുക്ക് ഗ്ലാസ് കിട്ടി. ഏത് കണ്ടിട്ട് അവന് വിഷമൊന്നും ഇല്ലാത്തതെന്ന് അറിയാമോ? അവൻ ഇഷ്ടപ്പെട്ട സാധനമാണ് ചായ. അതിന്റെ ഗ്ലാസ്സിനെ കുറ്റം പറയാൻ പറ്റൂലല്ലേ. സുന്ദരടി തറയണ പൊട്ട് നീ പൊട്ടിച്ചു നോക്ക് ഇവിടെ ഇരുന്നോണ്ട്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഒരു ക്വിസിൽ പങ്കെടുത്ത് ഇതിലിങ്ങനെ ഒരു സാധനം തന്ന നമ്മുടെ സ്വന്തം BM ചാണക്യനല്ല BM ചാനലിന് താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരു സമ്മാനം കിട്ടുമ്പോൾ നമ്മള് പണിയെടുത്ത് കിട്ടുമ്പോൾ ഒരു സമ്മാനം നമ്മളെ കയ്യിലോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മീൻസ് കുസൃതി ചോദ്യമായിരുന്നാലും എന്തായിരുന്നാലും അതിന്റെ ഉത്തരം പ്രവർത്തിച്ച് പറയേണ്ട കാര്യങ്ങൾ. അതെ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ചാനലുകാർ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ വരണം. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കല്യാണമാണ്. സോ വീട്ടിലോട്ടുള്ള ഇതുപോലെ പലവ്യഞ്ജന സാധനങ്ങളായിരുന്നു പറഞ്ഞു മിക്കവാറും ഒരു മനുഷ്യൻ കൊണ്ടുവരും കേട്ടോ. അതുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ദിനം പ്രതി വീട്ടിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇനി പ്ലേറ്റ്, സ്പൂണ്, ക്ലോക്ക്, അച്ചപ്പം മുക്കണ മറ്റേ കരണ്ടി സാധനങ്ങൾ, സോഫ, കട്ടില്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് കൊണ്ടുതരണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വ്ലോഗ് വർഷനെ കൊണ്ട് എൻഡ് പറഞ്ഞ് നിർത്തിക്കാൻ പോവാണ്.
ഗൈസ് അവിടെ 2-3 പെമ്പിള്ളേർ ഡാൻസ് കളിക്കുന്നത്. ഇവൻ അവിടെ പോയി അവളമാരെ കാണണമെന്നാണ് പറയണത്. ഇതാണ് അനന്തുവിന്റെ മുഖം മോടി. ഞാൻ മരിച്ചു ആർക്ക് ഗൈസ് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 1 ലക്ഷം ആൾക്കാർ നമ്മളെ മണ്ടത്തിനും കേൾക്കും. ഇതില് അടിച്ചാലും തിരിച്ചടിക്കാത്ത ഒരു സാരത്തിന്റെ പേര് പറഞ്ഞിട്ടാ ഞാൻ പൊറോട്ട എന്നൊക്കെ അല്ല എന്തിനാ പറഞ്ഞിട്ട് തെറ്റിപ്പോയി. കോളിംഗ് പറ്റില്ല എന്തിനാ പറഞ്ഞിട്ട് തെറ്റിപ്പോയി. ഞാൻ പറയാനും തോന്നുന്നു. പിന്നെ അവന്റെ മനസ്സിലൊരു ഉത്തരം ഉണ്ടായിരുന്നു. വെളി പറയാൻ കൊള്ളൂല. കറണ്ട് എന്ന് പറഞ്ഞു. കറണ്ട് അടിച്ചാൽ തിരിച്ചടിക്കാൻ പറ്റുമോ? കറണ്ടൊന്നും അല്ല. കൊള്ളായിരുന്നു. പക്ഷെ നമ്മള് അടിപൊളിയായിട്ട് സംസാരിച്ചല്ലേ. എന്നിട്ട് കീ വെച്ചിട്ടൊരു വാക്ക് താക്കോല് സ്വന്തമായിട്ടുള്ള ജീവി അവൻ മങ്കി എന്ന് പറഞ്ഞേ. അപ്പം ഇവൻ ഡോങ്കി എന്ന് പറഞ്ഞു. അവന്റെ ഉത്തരം അംഗീകരിക്കാത്തോണ്ട് അവളെ നടി അത് മനസ്സിലായി. ഇവൻ ഡോങ്കി എന്ന് പറഞ്ഞിട്ട് അവൻ അംഗീകരിച്ചില്ല അത്ര. പേരില് താക്കോലുള്ള മൃഗം അതാണ് അവർ ചോദിച്ച ഉത്തരം. അപ്പൊ അവര് പറഞ്ഞു മങ്കി. അപ്പൊ ഞാൻ ചോദിച്ച ഡോങ്കി. അതിനാരാ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അതിനാരാ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഞാൻ പിണങ്ങി. പിന്നെ അവർ ചോദിച്ചതൊന്നും ഞാൻ മിണ്ടിയില്ല. അത് മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. ആരാ അനന്ത് വ്ളോഗിന്റെ ഇതെന്തിത് കൊറേ ആയല്ലേ. ഓക്കെ അയ്യോ കൈ വേണം പറഞ്ഞു എന്റെ ഞാൻ എന്റെ ആളുടെ നേരത്തെ ഹിന്റ് ഇട്ട് തന്നു. നീ തന്നെ എന്റെ എന്റെ ചാനൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ വ്യൂസ് ഒന്നും പറയാം. ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ ഇരുന്ന് കാണണം. ഇതൊക്കെയാണ് കാണേണ്ടത് വരുന്നത്. പക്ഷേ 3 വ്യൂ എന്തായാലും കിട്ടും. 3 വ്യൂസ് കിട്ടും എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നു. കുട്ടി വ്ളോഗായിരുന്നു ഇതുവരെ കണ്ടത്. താങ്ക് യു. കുട്ടി വർഷയുടെ കുട്ടി വ്ളോഗ്. ഓക്കെ ഗൈസ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.